സാറേ എന്താ പറ്റി? സാറെന്തിനാ എങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നേ പറയൂ. ഞാൻ ആകെ പേടിച്ചു വിറച്ചിരിക്കുക. എന്താ ചെയ്യണ്ടെന്ന് ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. അല്ല എന്താ പറഞ്ഞത്? എന്തിനാ എങ്ങനെ ഇരുന്ന് വിറയ്ക്കുന്നേ? പേടി കൂടിട്ടാ. ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കും എന്തിനാ ഇങ്ങനെ പേടിക്കണേന്ന്. സംശയത്തോടെ നോക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെ എല്ലാം പറഞ്ഞേക്കാം. നാഷണൽ സെക്യൂരിറ്റിയുടെ ടോപ്പ് സീക്രട്ട് ഫയല് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? നാളെ വീനസ് സിറ്റിയുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിക്കണം. അറിയോ, എനിക്കിപ്പോ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ ശത്രുക്കളുടെയും കണ്ണുകൾ ഇപ്പൊ നമ്മുടെ നേർക്കാന്നാ തോന്നുന്നത്. ഈ സീക്രട്ട് ഫയല് വീനസ് സിറ്റിയുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഉപായം പറയൂ. ആർക്കും സംശയം തോന്നരുത്, അല്ലെങ്കിൽ വഴിക്ക് വെച്ചതിനെ ഏതെങ്കിലും ശത്രുക്കൾ തട്ടിപ്പറിക്കാൻ നോക്കും. സാറേ പുതിയ ചാർട്ടേഡ് പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഫ്ലൈ റൈഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതും സാർ അനുവദിക്കുകയാണെങ്കിൽ. നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട, ഇയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ. സാറ് പറയുകയാണെങ്കിൽ എന്റെ ഫാമിലിനെയും കൂട്ടി ഞാൻ അതിൽ കറങ്ങാൻ പോകുന്ന രീതിയിൽ ഫയലും കൊണ്ട് പോകാം. കാണുന്നവർ വിചാരിക്കും ഞാൻ എന്റെ ഫാമിലിയും കൊണ്ട് പോവുകയാണെന്ന്. പിന്നെ ഫയല് കൊണ്ട് പോയിട്ട് നേരെ വീനസ് സിറ്റിയിൽ ലാൻഡ് ചെയ്യാം. അതൊരു ബ്രില്യന്റ് ഐഡിയ ആണല്ലോ. ഓ, എനിക്ക് സമാധാനായി. ആർക്കും ഒരു സംശയം തോന്നുകയില്ല. പെർമിഷൻ പേപ്പർ ഇപ്പൊ തന്നെ ഒപ്പിട്ട് തരാം. ഇതാ ബ്രീഫ് കേസ്. ഇതിന്റെ അകത്താണ് ടോപ്പ് സീക്രട്സ് ഉള്ളത്. ഓൾ ദി ബെസ്റ്റ്. സുരക്ഷിതമായി പോയിട്ട് വരൂ. താങ്ക് യു സാർ. ഞാൻ എന്റെ ഫാമിലിയെ കൂട്ടിയിട്ട് വരാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവാം. ആ പാന്തൻ ഇങ്ങോട്ട് വന്നോ? പാന്തർ, ചീഫ് മിനിസ്റ്റർ ദേവകിനന്ദന്റെ പ്യൂൺ ഇവിടെ വന്നിട്ടുണ്ട്. നീ ഇന്ന് എന്ത് ന്യൂസും കൊണ്ടാ വന്നിരിക്കുന്നതാവോ? ആ ദേവകിനന്ദൻ കാണുമ്പോ നല്ലവനായി തോന്നും. ഞാൻ അത്രയും വിവരമില്ലാത്തവനാണെന്ന് വിചാരിക്കണ്ട. അപകടങ്ങളെ ഞാൻ അമ്മാനമാടുന്നവനാണ്. വിവരമില്ലാത്തവര്. അല്ല, രേവ ഇതുവരെ കണ്ടില്ലല്ലോ. നിങ്ങളെല്ലാവരും അവിടെ എന്ത് ചെയ്യാണ്? താഴോട്ട് പോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു വലിയ സർപ്രൈസ് പറയാനുണ്ട്. എന്റെ പപ്പ കുറച്ച് സമയത്തിനുള്ളിൽ ചീഫ് മിനിസ്റ്ററിന്റെ പുതിയ ഫ്ലൈറ്റിന് ഞങ്ങളെ കറങ്ങാൻ കൊണ്ടുപോകും. കൺഗ്രാറ്റ്സ് രേവ. വിഷ് യു ലക്ക്. നന്നായിട്ട് എൻജോയ് ചെയ്തോ. എപ്പോഴെങ്കിലും ഒരു ദിവസം ഞങ്ങളെയും കൂട്ടി കൊണ്ടുപോകാൻ പറയണേ. ബൈ ബൈ. മമ്മി, അത് കണ്ടോ? എന്തുമാത്രം പക്ഷികളാ! ഒന്ന് ഇപ്പുറത്ത് നോക്കണോ? ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കാനാ പറഞ്ഞത് വേണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കാണുമ്പോ ഞാൻ നല്ലവനായിട്ട് തോന്നും എന്ന് കരുതി ഞാൻ മണ്ടനാണെന്ന് വിചാരിക്കരുത്. ഞാൻ അപകടങ്ങളെ അമ്മാനമാടുന്നവനാ. അപകടങ്ങളെ അമ്മാനമാടുമെന്ന്. അവിടെ ആ മലയുടെ അടുത്ത് വിസ്താരമായൊരു സ്ഥലമുണ്ട്. അവിടെ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ സാധിക്കും. അവിടെ പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ട് ആ ടോപ്പ് സീക്രട്ട് ഡോക്യുമെന്റ് ഫയൽ എനിക്കിതാ. എന്നിട്ട് നീ നിന്റെ പാട് നോക്കിപ്പോ. അല്ലെങ്കിൽ ഒരിക്കലുമില്ല, തരാൻ പറ്റില്ല. സ്റ്റാർട്ട് ഫയറിംഗ്. ആ ടോപ്പ് സീക്രട്ട് ഫയൽ ഒരു കാരണവശാലും വീനസ് നഗരത്തിൽ എത്താൻ പാടില്ല. അഥവാ ഫയൽ അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. ആ പ്ലെയിൻ നശിപ്പിക്ക. ആ പ്ലെയിനിന് നമുക്ക് ആ ബ്രീഫ് കേസ് എടുക്കണം. വേഗം
വേഗം. ആ. ശിവ ശിവ കുറച്ച് ഗുണ്ടകൾ ഞങ്ങളുടെ ഫ്ലൈറ്റിന് തീ വെച്ചിരിക്കുന്നു. ഞങ്ങൾ വേദാസ് മൗണ്ടന്റെ അരികിലുള്ളേ. ഇവിടെ പഴയ ഐസ്ക്രീം പടുത്ത സ്ഥലത്ത്. ശിവ ഹലോ രേവ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാം. ആദ്യം യുഡി, നിങ്ങൾ ലഡു സിംഗ് സാറിനെ കൂട്ടി വേദാസ് മൗണ്ടനിലേക്ക് വന്നേക്ക്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് പറ. അവിടെ രേവ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്താൽ പറ്റുമോ, അല്ലെങ്കിൽ ശരിയാവില്ല. പെട്ടെന്ന് അവരെ കണ്ടുപിടിക്ക. എനിക്ക് എങ്ങനെയെങ്കിലും ആ ബ്രീഫ് കേസ് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ആരെയും വിടില്ല. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? എന്തിനാണ് ആ ഗുണ്ടകൾ നമ്മുടെ പുറകെ കൂടിയത്? അവരേത് സീക്രട്ട് ഡോക്യുമെന്റിന്റെ കാര്യ പറഞ്ഞേ? ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോടൊരു രഹസ്യം മറച്ചു വെക്കേണ്ടതായി വന്നു. അതെന്താന്ന് വെച്ചാൽ ഇനി കൂടുതൽ നേരം മുകളിൽ പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാറ്ററി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബാറ്ററി സേവ് ചെയ്യണം, എന്നാലേ പിന്നെ ഉപയോഗിക്കാൻ പറ്റൂ. എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങണം. പാന്തർ, നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് അപകടങ്ങളെ അമ്മാനമാടുന്നവനാണെന്ന്. ശരിക്കും അപകടങ്ങളെ അമ്മാനമാടുന്നവൻ അവനാണ്. ചെല്ല്, വേഗം ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുവാ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ, ഞാൻ ആരാണെന്ന് അറിയട്ടെ. അതെ, ആദി ഉടി, ഞാൻ പറഞ്ഞല്ലോ ലഡു സിംഗ് പുറത്തേക്ക് പോയിരിക്കാണ്. അദ്ദേഹം തിരിച്ചു വരാൻ കുറെ സമയമെടുക്കുന്നേ. നമുക്ക് എന്തായാലും ശിവയുടെ അടുത്തേക്ക് പോകാം. ഇന്ന് നീ എന്റെ ധൈര്യം കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ വർഷത്തെ ഏറ്റവും ചൂടുള്ള വാർത്ത നിങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ചാനലിന്റെ റേറ്റ് ആകാശത്തോളം കുത്തനെ അങ്ങ് പൊങ്ങും. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഒരു പൈലറ്റ് സീക്രട്ട് ഡോക്യുമെന്റും കൊണ്ട് പോകുന്നത്. ആരും സംശയിക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഫാമിലിയുമായാണ് പോയത്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടപ്പെട്ടു. ഒന്ന് ആലോചിക്കൂ, ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാനായി മലയിടുകളിലാണ് പ്ലെയിൻ വീഴ്ത്തിയത്. ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഗുണ്ടകൾ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ടോപ്പ് സീക്രട്ട് ഫയൽ അവർക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ പൈലറ്റിന്റെ കഥ എന്തായി തീരും? അഥവാ ശിവ അവിടെ എത്തുമോ? വേഗം ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാളും നല്ല അടിപൊളി സ്റ്റോറി പിന്നെ കിട്ടില്ല. ചീഫ് മിനിസ്റ്റർ പറയാണ് ഒരു കാരണവശാലും ഈ ഫയലുകൾ ശത്രുക്കളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല എന്ന്. നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് പറയുന്നുണ്ട്, പക്ഷേ സമയമെടുക്കും. ചിലപ്പോ അതിനു മുമ്പ് ശിവ ഇവിടെ എത്തും. പപ്പ, ആ ഫോൺ തരും, ഞാനൊന്ന് അവനെ വിളിക്കട്ടെ.
ഞാനൊരു പർവ്വതത്തിന്റെ മുകളിലാണ്. ഒരു 10-15 പേർ തോക്ക് ചൂണ്ടി എന്റെ മുമ്പ് വരുന്നുണ്ട്. ആ ഗുണ്ടകൾ തന്നെയാ ഞങ്ങളുടെ ഫ്ലൈറ്റിന് വെടിവെച്ചത്. എന്നാ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ബൈ. കുട്ടി മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വാ. പാന്തർ വിളിക്കുന്നുണ്ട്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ അപ്പച്ചി. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഏയ്, അവനെ വിടരുത്. വെറുതെ അവന്റെ അടുത്ത് നടി മേടിക്കാതെ വേഗം കഥ കഴിക്കാവട്ടെ. ശിവ, അതാ അവിടെ താഴെ ശിവയുണ്ട്. അങ്ങോട്ട് പോകാം. ആ ഭാഗത്ത് പോകാൻ പറ്റൂല, ഭയങ്കര കാറ്റാ. വേണമെങ്കിൽ ഇപ്പുറത്തൊക്കെ ഉറക്കാൻ നോക്കാം. യെസ് രേവ, ഞാനിതാ ഈ സൈഡിൽ എത്തിക്കഴിഞ്ഞു. ഡോണ്ട് വറി. നീ പറയൂ, നീ എവിടെയുള്ളത്? ക്വീൻലാൻഡിലാണോ? ഞാൻ ശരിക്കും പേടിച്ചു പോയി. ശിവ, നീ അവിടെ തൂങ്ങിക്കിടന്നില്ലേ? അവിടുന്ന് റൈറ്റിൽ നിന്ന് ഒരുപാട് ദൂരത്താ ഉള്ളത് ഞങ്ങള്. ഞാൻ നേരത്തെ നിന്നെ കണ്ടിരുന്നു. ഇവിടെ ശരിക്കുള്ള ലൊക്കേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. നിന്റെ മുമ്പിൽ ഇപ്പൊ വരാനും പറ്റില്ല. ഗുണ്ടകളെ കണ്ടാ പിന്നെ അവര് ഇങ്ങോട്ട് വരും. ഡോണ്ട് വറി, ഐ വിൽ ഫൈൻഡ് യു. അവൻ അയാളോട് സംസാരിക്കുക. ഇവൻ അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്റെ പുറകെ പോകാം. ഇവൻ നേരെ ആ ചോരസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെയുണ്ട്. ഞാൻ രാജ്യത്തിന്റെ ശത്രുക്കളുടെ ഹെലികോപ്റ്റർ ഇതാ കൈയടക്കിയിരിക്കുന്നു. ഈ ന്യൂസ് എല്ലായിടത്തും പ്രചരിപ്പിക്കും. ഷൂട്ട് മീ, ഷൂട്ട് മീ. ഹലോ ഹീറോ, ഷൂട്ടിംഗ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം നമുക്ക് ശിവയുടെ അടുത്തേക്ക് പോകാം. ശിവ അവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയില്ലേ? നമുക്ക് വേറെ വഴിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങോട്ട് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ലെറ്റ്സ് ഗോ, കം ഓൺ. ശരിക്കുള്ള സ്റ്റോറി അവിടെയാ. ഇവിടെ നിന്നാ ടൈമേ വേസ്റ്റ് ആവുള്ളൂ.
ഞാനിപ്പോ അവനെ ഇവിടെ കണ്ടതാണല്ലോ. ആ കുട്ടി എവിടെയാ പോയി ഒളിച്ചിരിക്കുന്നത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്നെ കാണുമ്പോ നല്ലവനാണെന്ന് തോന്നും എന്ന് കരുതി ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. അപകടങ്ങൾ അമ്മാനമാടുന്നവനാ. എന്നെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. സോറി അങ്കിൾ, എനിക്ക് വഴക്കിടാൻ ഒരു മൂടില്ല. എന്തോന്നായിരുന്നു നിന്റെ പേര്? ശിവ. കുട്ടി, ഇത് വലിയ ആൾക്കാരുടെ കളിയാ. നീ ഒരു പീക്കിരി ചക്കൻ എന്നാ കോഞ്ഞാട്ടം കാണിക്കാനാ? അങ്ങനെ തന്നെ അവിടെ കിടന്നോ. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി ആ ബ്രീഫ് കേസ് തട്ടിയെടുക്കും. പാന്തർ, ഇപ്പൊ തന്നെ ആ ടോപ്പ് സീക്രട്ട് ഡോക്യുമെന്റ് ഫയലിന്റെ കാര്യം മറക്കുന്നതാണ് നമുക്ക് നല്ലത്. ആ സൈക്കിൾ അടിപൊളി സൈക്കിളാ. ആ ടോപ്പ് സീക്രട്ട് ഫയലിനേക്കാൾ ഇത് എത്രയോ നല്ലതാ. മിണ്ടാതിരി മോരമുണ്ടത്രയാ. ചെന്ന് വേഗം അവനെ പിടിക്ക. ഇവിടെ ഈ ഭാഗത്ത്. ഞാൻ അപ്പോളെ പറഞ്ഞില്ലേ എന്നെ കണ്ട നല്ലവനാണെന്ന് തോന്നുന്നു എന്ന് കരുതി ഞാൻ മണ്ടനൊന്നുമല്ല. അപകടങ്ങൾ അമ്മാനമാടുന്നവനാ. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല ചക്ക. എന്റെ കയ്യിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല മോനെ. ഒരുപാട് കളിക്കല്ലേ. മര്യാദയ്ക്ക് ആ ബ്രീഫ് കേസ് താ. കൊള്ളാം. ഇനി ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ മലയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിടാൻ പോകുന്നു. നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ ആ പീറക്കുട്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒരു കോപ്പും ചെയ്യാൻ സാധിച്ചില്ല അവന്. അവൻ അറിയില്ല ഞാൻ ആരാണെന്ന്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ മുതുക് പോയേ. ശിവ എന്നാണ് എന്റെ പേര്. ശിവ, ശിവ. ഓ, അപ്പൊ താനാണ് ഈ രഹസ്യം പുറത്തേക്ക് വിട്ടത് അല്ലേ?
മിസ്റ്റർ ചോറാസിയ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല സാറേ. ഇതാണ് ശിവ. ഞാൻ ഫോണിലെ ഇവനെ കുറിച്ചാണ് സാറിനോട് പറഞ്ഞത്. ശിവ, നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. നിനക്കറിയില്ല ഈ രാജ്യത്തിന് വേണ്ടി നീ ഇത്ര വലിയ കാര്യമാ ചെയ്തിരിക്കുന്നതെന്ന്. വരൂ നമുക്ക് പോവാം.